പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം ചതുർദശോധ്യായ 14-ാമത്തെ അധ്യായം. ശ്രീശുക ഉവാച അഥാത ശ്രൂയതം രാജൻ വംശ സോമസ്യ പാവന യസ്മിൻ ഐളാദയോ ഭൂവ കീർത്യന്തേ പുണ്യകീർത്തയ. ഹേ രാജൻ, ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിനോട് കഥ തുടരുകയാണ്. അനന്തരം പാവനമായിട്ടുള്ള സോമസ്യ വംശ ചന്ദ്രവംശചരിതം ശ്രൂയതാം കേട്ടാലും എന്ന് പറയുകയാണ്. യസ്മിൻ യാതൊരു ഈ വംശത്തിൽ ഐളാദയ ഇളയുടെ പുത്രനായ ആദിയായി ആ ഇളയുടെ പുത്രൻ പുരൂരവസ്സാണ് ഐളൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഐളാദയ ഇളയുടെ ദേവന്മാരായിട്ടുള്ള പുണ്യകീർത്തികളായിട്ടുള്ള അനവധി രാജാക്കന്മാർ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അവരുടെ കഥകൾ പറയാന്നാണ്. ഇനി സഹസ്രശിരസ പുംസോ നാവിർഹൃതസരോരുഹൽ ജാതസ്യാസീൽ സുതോ ധാതു അത്രി പിതൃസമോ ഗുണൈ പുംസ. ഇനി എങ്ങനെയാണ് ഈ ചന്ദ്രവംശം ഉണ്ടായതെന്ന് വെച്ചാൽ അത് ഭഗവാന് തുടങ്ങിയമാർ തൊട്ടാണ് പറയുകയാണ്. പുംസ വിരാട് പുരുഷന്റെ നാഭിഹൃത സരോരുഹാൽ പൊക്കിൽ കൊടിയില്ല കയത്തിൽ നിന്നുണ്ടായിട്ടുള്ള താമരപ്പൂവിൽ നിന്ന് ജാതസ്യ ധാതു ജനിച്ച ബ്രഹ്മാവിൻ്റെ പുത്രനായ സുത അത്രി മഹർഷി ഗുണൈ പിതൃസമ ആസീൽ ഗുണങ്ങളെ കൊണ്ട് തൻ്റെ അച്ഛനായ ബ്രഹ്മാവിന് തന്നെ തുല്യനായിരുന്നു. തസ്യ ദൃഗ്ഭ്യോഭവൽ പുത്ര സോമോ അമൃതമയ കില വിപ്രൗഷദ്യുടുഗണാനം ബ്രഹ്മണ കൽപ്പിതപതി. തസ്യ ദൃഗ്ഭ്യ അദ്ദേഹത്തിൻ്റെ നേത്രങ്ങളിൽ നിന്ന് അമൃതമയനായിട്ടുള്ള സോമപുത്ര സോമൻ എന്നു പേരുള്ള പുത്രൻ അപവൽക്കില ഉണ്ടായി. ഇപ്പോൾ ആണ്. ബ്രഹ്മണ വിപ്രൗഷദ്യുടുഗണാനാം ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഈ സോമനെ, അതായത് ചന്ദ്രനെ ബ്രാഹ്മണരുടെയും ഔഷധികളുടെയും ഉടുഗണാനാം ജ്യോതിർഗോളങ്ങളുടെയും അധിപനായി കൽപ്പിക്കപ്പെട്ടു. ബ്രഹ്മാവിനാൽ ചന്ദ്രൻ ബ്രാഹ്മണരുടെയും ഔഷധികളുടെയും അതുമാതിരി നക്ഷത്ര താരാഗണങ്ങളുടെയൊക്കെ അധിപനായിട്ട് കൽപ്പിക്കപ്പെട്ടു. തസ്യ രാജസൂയേന വിജിത്യ ഭുവനത്രയം പത്നിം ബൃഹസ്പതേർദർപ്പാൽ താരാം നാമാഹരൽ ബലൽ. ആ ചന്ദ്രൻ ഭുവനത്രയം വിജിച്ച 3 ലോകങ്ങളെയും ജയിച്ച് രാജസൂയം രാജസൂയം എന്നുള്ള യജ്ഞം നടത്തി. എന്നിട്ടോ ആ ചെയ്തുള്ള 3 ലോകങ്ങളുടെയും രാജാവായ എന്നുള്ള അഹങ്കാരം കൊണ്ട് ഗർവിനാൽ ബൃഹസ്പതേ താരാം നാമ പത്നീം ബലാൽ അഹരൽ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ താര എന്നു പേരുള്ള പത്നിയെ ബലാത്കാരത്താൽ ബലം പ്രയോഗിച്ച് അപഹരിച്ചു. യഥാ സ ദേവഗുരുണാ യാജിതോ ഭീക്ഷ്ണസോമദൽ നാത്യജൽ തത്കൃതേ ജജ്ഞേ സുരദാനവ വിഗ്രഹ. ദേവഗുരുണ അഭീക്ഷ്ണശ യാജിത ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയാൽ വീണ്ടും വീണ്ടും യാചിക്കപ്പെട്ടിട്ടും അഹങ്കാരം ഒന്നുകൊണ്ട് മാത്രം ആ ചന്ദ്രൻ യഥാന അത്യജൽ ഈ താരയെ വിട്ടുകൊടുത്തില്ല അദ്ദേഹത്തിന്. തത്കൃതി ആ സമയത്ത് അത് നിമിത്തം സുരദാനവ വിഗ്രഹ യജ്ഞ ഈ താരയുടെ പേരും പറഞ്ഞുകൊണ്ട് ദേവാസുര യുദ്ധം ഉണ്ടായി എന്ന് പറയുകയാണ്. അന്ന് ആലോചിച്ച് നോക്കൂ. ശുക്രേ ബൃഹസ്പതേർദ്വേഷാൽ അഗ്രഹീൽ സാസുരോടുപം ഹരോ ഗുരുസുതം സ്നേഹൽ സർവഭൂതഗണാവൃത. ബൃഹസ്പതേ ദ്വേഷാൽ ബൃഹസ്പതിയുടെ ശത്രുവാണ് ആര്? ശുക്രാചാര്യൻ. അത് കാരണം കൊണ്ട് അദ്ദേഹം അസുരന്മാരോട് കൂടി ഉടുപം അഗ്രഹീൽ ചന്ദ്രന്റെ കൂടെ നിന്നു യുദ്ധത്തിൽ. ചന്ദ്രനെ അംഗീകരിച്ചുകൊണ്ട് പരമേശ്വരൻ സ്നേഹാൽ വാത്സല്യ നിമിത്തം സർവഭൂതഗണ ആവൃത എല്ലാ ഭൂതഗണങ്ങളോടും ഒത്ത് ഗുരുസുതം അഗ്രഹീൽ തൻ്റെ ബൃഹസ്പതിയെ
കൂടെ ആ പരമേശ്വരൻ നിന്നു. ഇങ്ങനെ സർവദേവ ഗുണോ ഗണോ വേദോ മഹേന്ദ്രോ ഗുരുമന്വയൽ സുരാസുര വിനാശോഭുൽ സമരസ്താരകാമയ സമരസ്താരകാമയ. മഹേന്ദ്ര ദേവേന്ദ്രൻ എന്ത് ചെയ്തു? സർവദേവഗണോ വേദ ഗുരും അന്വയാൽ എല്ലാ ദേവഗണങ്ങളും കൂടിയിട്ട് തങ്ങളുടെ ഗുരുവായിട്ടുള്ള ബൃഹസ്പതിയെ അനുകൂലിച്ചു. അങ്ങനെ താര നിമിത്തമുണ്ടായിട്ടുള്ള സമരത്തിന് താരകാമയ സമര എന്ന് പറയണത്. അങ്ങനെ ആ യുദ്ധത്തില് ആസുര വിന ദേവന്മാരുടെയും ആസുരന്മാരുടെയും അനവധി ആൾക്കാർക്ക് നാശം പറ്റി എന്ന് പറയുകയാണ്. അഭൂൽ നിവേദിതോധാങ്കിരസ സോമം നിർഭൽസ്യ വിശ്വകിൽ താരം സ്വഭർത്രേ പ്രായച്ചൽ അന്തർവത്നീമവൈൽപതി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്കിരസിനാൽ നിവേദിത, ഈ ബൃഹസ്പതിയുടെ അച്ഛനാണ് അങ്കിരസ്. അങ്കിരസിനാൽ ഈ വിവരം അറിയിക്കപ്പെട്ടിട്ട് വിശ്വസൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവ് തന്നെ സോമം നിർഭൽസ്യ വേഗം ചെന്ന് ചന്ദ്രനെ ചെന്ന്, തൻ്റെ പുത്രനാണല്ലോ, ചന്ദ്രനെ ചെന്ന് ചീത്ത പറഞ്ഞ് നിർഭൽസ്യ താരാം സ്വഭർത്രേ, താരയെ ഇദ്ദേഹത്തിന് അവളുടെ ഭർത്താവായുള്ള ബൃഹസ്പതിക്ക് തിരിച്ചു കൊടുപ്പിച്ചു. പ്രായച്ചൽ പതി അന്തർവത്നി. അപ്പോഴാണ് ബൃഹസ്പതി മനസ്സിലാക്കിയത് ഈ താര ഗർഭിണിയാണ് എന്നുള്ളത്. ത്യജാസു ദുഷ്പ്രജ്ഞി മൽക്ഷേത്രാദാഹിതം പരൈ നാഹം ത്വം ഭസ്മസാൽക്കുര്യം ശ്രിയം സാന്താനിയേ സതി. ദുഷ്പ്രജ്ഞ. അപ്പോഴേക്കും ബൃഹസ്പതിക്ക് മനസ്സിലായി ഈ താര ഗർഭിണിയാണെന്ന്. അപ്പൊ എന്ത് ചെയ്തു? ദേഷ്യം വന്നിട്ട് ദുഷ്പ്രജ്ഞ, എടി ബുദ്ധിഹീനെ, പരൈ ആഹിതം, അന്യനിൽ നിന്ന് ആദാനം ചെയ്യപ്പെട്ടതിനെ എൻ്റെ ഭാര്യയായ നെല്ലിൽ നിന്ന് ഉടനെ തന്നെ ത്യജ കളയൂ എന്ന് പറഞ്ഞിട്ട് അസതി, എടി ദുഷ്ടേ, അഹം സാന്താനിക, ഞാൻ സന്താനത്തെ ഇച്ഛിക്കുന്നവനാകയാൽ സ്ത്രീയം ത്വം, സ്ത്രീയായി നിന്നെ നിന്നെ ഭസ്മീകരിക്കുന്നില്ല. കാരണം എനിക്കും സന്താനം വേണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിന്റെ ഗർഭത്തിലുള്ള ഈ അവരിൽ നിന്നുണ്ടായിട്ടുള്ള ഈ സന്താനത്തെ ഉടൻ തന്നെ ത്യജിക്കൂ എന്ന് പറയുകയാണ് ബൃഹസ്പതി താരയോട്. തത്യാജ വ്രീഡിതാ താര കുമാരം കനകപ്രഭം സ്പൃഹാമാങ്കിരസചക്രേ കുമാരേ സോമ ഏവജ. ഈ ബൃഹസ്പതിയുടെ ഭത്സനം കേട്ടിട്ട് വ്രീഡിത, ലജ്ജാവരിതയായിട്ടുള്ള താര എന്താകട്ടെ, കനകപ്രഭം കുമാരം തത്യാജ, തൻ്റെ ഗർഭത്തിലുള്ള നല്ല കനകത്തിൻ്റെ ശോഭയോട് കൂടിയുള്ള കുഞ്ഞിനെ ആ സ്വഗർഭത്തിൽ നിന്ന് മോചിപ്പിച്ചു. കുമാരേ, പുറത്തു വന്നപ്പോൾ നല്ല ആൺകുട്ടി, സുന്ദരനായിട്ടുള്ള ആൺകുട്ടിയാണെന്ന് കണ്ടപ്പോൾ എന്തുണ്ടായി? രണ്ടുപേരും, അതായത് ആങ്കിരസ ബൃഹസ്പതിയും സ്പൃഹാം ചക്രേ സോമയേവച ചന്ദ്രനും അപ്രകമായി രണ്ടുപേർക്കും ആ കുട്ടി തങ്ങൾക്ക് വേണമെന്നുള്ള ഭാവത്തിലായി. രണ്ടുപേരും അവകാശവാദം ഉന്നയിച്ചു. മമായം ന തവേത്യുച്ചൈ തസ്മിൻ വിവദമാനയോ പപ്രച്ഛുത് ഋഷയോ ദേവ നൈവോചേ ക്രീഡിതാത്തുസാ. അപ്പൊ എന്താ, ഈ രണ്ടുപേരും ഇത് എൻ്റെ കുട്ടിയാന്ന് പറഞ്ഞ് വീണ്ടും വിവാദം ഉണ്ടായി. ആ സമയത്ത് എന്തുണ്ടായി? ഉച്ചത്തിൽ എല്ലാവരും ഇങ്ങനെ തർക്കിച്ചിരിക്കുന്ന സമയത്ത് ഋഷയാ ദേവന്മാരും മഹർഷിമാരും പപ്രച്ചു താരയോട് ചോദിച്ചു. സാധു അവളാകട്ടെ വ്രീഡിത ഊചേന ലജ്ജിതയായിട്ട് ഒന്നും മറുപടി പറഞ്ഞില്ല. ആരുടെ കുട്ടിയാന്ന് ഒന്നും ചോദിച്ചതിനൊന്നും മറുപടി പറഞ്ഞില്ല. ബ്രഹ്മാതം താം ആഹൂയ കുമാരോ മാതരം പ്രാഹ കുപിതോളീകലജ്ജയാ കിം നവോജസ്യസദ്വൃത്തേ ആത്മാവദ്യം വദ ആശുഭേ. ഈ കുട്ടി, അമ്മയുടെ വയറ്റിൽ നിന്നുള്ള കുട്ടിയും കൂടി അളീകലജ്ജയാ, അതായത് അളീകലജ്ജ എന്ന് പറഞ്ഞാൽ കള്ളത്തരത്തിലുള്ള ലജ്ജ ആരാണെന്ന് പറയാണ്ടിരിക്കുന്നത്, കള്ളത്തരത്തിലുള്ള ലജ്ജയാണ് നടിക്കുന്ന അമ്മയോട് കൂടി അശുഭേ, മോശക്കാരി, അസദ്വൃത്തെ ദുഷ്പ്രവൃത്തി ചെയ്തവളെ, കിം നവാ ഊച്ച്, എന്താ നീ ഒന്നും മിണ്ടാതിരിക്കണത്, ആത്മാവദ്യം തൻ്റെ ദൂഷ്യം വധ പറയൂ എന്ന് കുപിതനായിട്ടുള്ള കുട്ടി കൂടി അമ്മയോട് പറഞ്ഞു. ബ്രഹ്മാതാം രഹാഹൂയ സമപ്രാക്ഷീൽച്ച സാന്ത്വയൻ സോമസ്യേത്യാകശനകൈ സോമസ്തം താവദഗ്രഹീൽ. ഇങ്ങനെ തൻ്റെ പുത്രൻ ഭത്സിച്ച് പറഞ്ഞിട്ട് കൂടി മിണ്ടാതിരുന്ന താരയോട് ബ്രഹ്മാവ് അവളെ ഏകാന്തത്തിൽ വിളിച്ചു വരുത്തിയിട്ട് സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് സമപ്രാക്ഷീൽച്ച മെല്ലെ സൗമ്യമായിട്ട് ചോദിച്ചു. അപ്പോഴാണ് അവൾ
പറഞ്ഞത് സോമസ്, ഇത് കുട്ടി ചന്ദ്രൻ്റെയാണെന്ന് ശനകൈ ആകമെല്ലെ പറഞ്ഞു. താവൽ അപ്പോൾ സോമ തം അഗ്രഹീൽ, അപ്പോൾ സോമൻ ചന്ദ്രൻ ആ കുട്ടിയെ തൻ്റേതായിട്ട് സ്വീകരിച്ചു. തസ്യ ആത്മയോനിരകൃത ബുധ ഇത്യവിധം നൃപ ബുദ്ധ്യാ ഗംഭീരയായേന പുത്രേണാപോടുരൺമുദം. ഏ നൃപ, പരീക്ഷിത്തെ, ആത്മയോനി ബ്രഹ്മാവ് തസ്യ ആ ബാലന് ബുധ ഇതി അഭിധാം ആകൃത, ആ പുത്രനെ, സോമന്റെ പുത്രന്, ആ താരയിലുണ്ടായിട്ടുള്ള പുത്രന് ബുധൻ എന്ന് പേരിട്ടു. ഉടുരാൻ സോമൻ ഗംഭീരയാ ബുദ്ധ്യാ, അത്യന്തം ബുദ്ധിയോടുകൂടിയ യാതൊരു പുത്രനാൽ ആ മോദത്തെ പ്രാപിച്ചു. മോദത്തെ പ്രാപിച്ചു. ഇവിടെ ആലോചിച്ചറിയാം, താരയോട് എല്ലാവരും പരസ്യമായിട്ടാണ് ചോദിച്ചത്, സ്ത്രീകളുടെ മനഃശാസ്ത്രം അറിയാണ്ട്. അതുകൊണ്ടാണ് ആ സമയത്ത് താരയൊന്നും ഒന്നും അറിയാതിരുന്നത്. പക്ഷെ ബ്രഹ്മാവിന് ആ മനഃശാസ്ത്രം അറിയുകൊണ്ട് ഏകാന്തത്തിൽ ചെന്ന് മെല്ലെ താരയോട് ചോദിച്ചപ്പോൾ ആ താര പറഞ്ഞു, നോക്കൂ, താര വിസ്തരിച്ചൊന്നും പറയില്ല, 3 അക്ഷരം സോമസ്യ, ഇത് 3 അക്ഷരം, അതും മെല്ലെ മാത്രം പറഞ്ഞു എന്നാണ്. തഥാ ഗുരൂരവാജ്ഞേ ഇളായം യ ഉദാഹൃത തസ്യ രൂപഗുണ ഔദാര്യ ശീലദ്രവിണ വിക്രമാൻ ശ്രുത്വോർവശീന്ദ്രഭവനേ ഗീയമാനൻ സുരർഷിണ തദന്തികമുപേയായ ദേവി സ്മരചരാർദ്ദിത. തഥാ പിന്നെ അദ്ദേഹത്തിൽ നിന്ന്, അതായത് ഈ ബുധനിൽ നിന്ന് ഇളായാം ഇളയിൽ പുരൂരവാ ജജ്ഞേ, ഇളയിൽ പുരൂരവസ് ജനിച്ചു. ഈ ഇളയും ബുധനായിട്ടുള്ള അത് നമ്മൾ തോമസ് സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ സുദ്യുമ്നൻ എന്നുള്ള രാജാവ് കാട്ടിൽ പോയി സ്ത്രീയായിട്ട് ഇളയായതൊക്കെ. ആ ഇളയിൽ ബുധനുണ്ടായിട്ടുള്ള പുത്രനാണ് പുരൂരവസ്. യാതൊരാൾ ഉദാഹൃത മുമ്പ് പറയപ്പെട്ടവനാണ്. അദ്ദേഹത്തിനെ രൂപഗുണ ഔദാര്യ ശീലദ്രവിണ വിക്രമാൻ, അദ്ദേഹത്തിന്റെ സൗന്ദര്യം, ഗുണം, ഔദാര്യം, സൽസ്വഭാവം, ധനസ്ഥിതി, പരാക്രമം, ഇതെല്ലാം സുരർഷിണ ഇന്ദ്രഭവനി ഗീയമാനാൻ, ദേവർഷി നാരദൻ എന്ന ഇന്ദ്രന്റെ ആ വാസസ്ഥലത്ത് വെച്ച് അങ്ങനെ പാടിപ്പോകുന്ന കേട്ടിട്ട് ശ്രുത്വ ദേവി ഉർവശി, ആ അപ്സരസ്സായിട്ടുള്ള ഉർവശി സ്മരചരാർദ്ധിത, വളരെയധികം കാമബാണങ്ങളെ വിവശയായിട്ട് തദന്തികം ഉപേയായ, അദ്ദേഹത്തിന്റെ പുരൂരവസിന്റെ മുമ്പിൽ ചെന്നെത്തി. ഇനി എന്താണ് കാരണം? മിത്രാവരുണയോ ശാവാൽ ആവന്നാനരലോകതാം നിശമ്യ പുരുഷശ്രേഷ്ഠം കന്ദർപ്പമിവ രൂപിണം ധൃതിം വിഷ്ടപ്യലനാ ഉപതസ്തേ തദന്തികേ സതാം വിലോക്യ നൃപതി ഹർഷേണോത്ഫുല്ലലോചന ഉവാച ലക്ഷ്മ്യാ വാചാ ദേവീം ഹൃഷ്ടതനൂരുഹ. എന്താണ് ഈ ഉർവശി ഇവിടെ പോകാൻ കാരണം? മിത്രാവരുണയോ ശാപാൽ നരലോകതാം ആവന്ന ലലന. ഈ ഉർവശിക്കൊരു ശാപം ഉണ്ടായി മിത്രാവരണന്മാരിൽ നിന്ന്. എന്താണ്? ഈ ഒരു മനുഷ്യസ്ത്രീയായിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു എന്നാണ് മിത്രാവരണന്മാർ. എന്താ കാരണം? മിത്രാവരണന്മാർ രണ്ടുപേരും ഈ ഉർവശിയുടെ സൗന്ദര്യം കണ്ട് ആ ഒരു ഇത് പറഞ്ഞില്ലേ, ആ ഭ്രമിച്ചു പോയി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ കളിച്ചത് ആ വീര്യാണ് പിന്നെ കുടത്തിൽ ആക്കിയത്. അത് കാരണം, അവരെ മോഹിപ്പിച്ചത് കാരണം അവർ ഉർവശി ശപിക്കാനുണ്ടായത്. ആ മനുഷ്യ ലോകത്തിൽ വരുമ്പോൾ താൻ എങ്ങനെ വേണം, ഒരു തനിക്ക് യോഗ്യനായിട്ടുള്ള ഭർത്താവിനെ വേണമെന്ന് ഉർവശിക്ക് ആഗ്രഹമാണ്. അങ്ങനെ അപ്പോഴാണ് ഈ പുരൂരവസിനെ കണ്ടുമുട്ടിയത്. അങ്ങനെയോ ആ പുരൂരവസിനെ വന്ന് കണ്ടു. എന്നിട്ടോ രൂപിണം കന്ദർപ്പ ഇവ, എങ്ങനെയാണ് നല്ല രൂപമെടുത്തുള്ള സാക്ഷാൽ കാമദേവനാണ് അദ്ദേഹം. ആ പുരുഷശ്രേഷ്ഠനെ കണ്ടിട്ട് ധൃതിം വിഷ്ടഭ്യ ധൈര്യം അവലംബിച്ചുകൊണ്ട് തദന്തിയെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നടഞ്ഞു. സന്ദർഭത്തിൽ അപ്പോൾ ആ രാജാവോ താം വിലോക്യ, ആ ഉർവശിയെ കണ്ടിട്ട് ഹർഷേണ ഉത്ഫുല്ലലോചന, സന്തോഷം കൊണ്ട് വിടർന്ന കണ്ണുകളോടും ഹൃഷ്ടതനൂരുഹ, രോമാഞ്ചമണി ശരീരത്തോടും കൂടിയവനായിട്ട് ശ്ലക്ഷ്ണയാ വാച, നല്ല ശ്രവണ സുന്ദരമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് ദേവീം ഉവാച, ഉർവശി ദേവിയോട് പറഞ്ഞു. രാജോവാച സ്വാഗതം തേ വരാരോഹേ ഹാസ്യതം കരവാമകിം സംരമസ്വമയാസാകം രതിർനൗ ശശ്വതീ സമാ. എന്താണ് ഇദ്ദേഹം പുരൂരവസ് പറഞ്ഞത്? വരാരോഹേ സുന്ദരി, അതായത് സ്ത്രീകളിൽ ഉത്തമയായവളെ എന്നാണ്.
തേ സ്വാഗതം, ഭവതിക്ക് സ്വാഗതം, ആസ്യതാം ഇരുന്നാലും, കിം കരവ ഞാൻ എന്താണ് ഭവതിക്ക് ചെയ്തു തരേണ്ടത്, മയാസാകം സമരമസ് എൻ്റെ കൂടെ യഥേഷ്ടം രമിച്ചാലും, നൗ ശാശ്വതീ സമക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് അനവധി കാലം സുഖമായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടാം, രതിസുഖം അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടാം എന്നാണ്. ഉർവശി മറുപടി പറഞ്ഞു. ഉർവശുവാച കസ്യാസ്ത്വൈന സജ്ജേത മനോ ദൃഷ്ടിച്ച സുന്ദര ഇതങ്കാന്തരമാസാദ്യ ച്യവദേഹ രിരംസയാ. തിരിച്ചു ഉർവശതേ എന്ന് പറഞ്ഞ് ഹേ സുന്ദര, അല്ലയോ സുന്ദരനായവനെ, ത്വയി കസ്യാ ദൃഷ്ടി മനച്ച, അങ്ങയിൽ ആർക്കാണ് ഭവാനിൽ ഒരിക്കൽ കണ്ണും കരളും ആസക്തമാകാതിരിക്കാൻ അങ്ങയെ കണ്ടു കഴിഞ്ഞാന്ന് പറയുകയാണ്. ഏത് അങ്കാന്ത യാതൊരു അങ്ങയുടെ ശരീരത്തിലേക്ക് ആസാദ്യ ചേർന്നിട്ട് ആരും തന്നെ രമിപ്പാനുള്ള ഇച്ഛയാൽ ഒരിക്കലും പിന്നെ തിരിച്ചു പോയില്ല എന്ന് പറയുകയാണ്. അത്ര സുന്ദരനാണ് അങ്ങ്. അപ്പം എനിക്കും തീർച്ചയായിട്ടും തന്നെയാണ് ആഗ്രഹം, ഭവാനോട് ചേരാൻ തന്നെയാണ്. പക്ഷെ ഒന്നുണ്ട്, എനിക്ക് ചില നിയമങ്ങളുണ്ട്. ഏതാവുരണകൗരാജൻ ന്യാസൗരക്ഷസ്വമാനത സംരസ്യേ ഭവദാസാകം ശ്ലാഘ്യ സ്ത്രീണം വരസ്മൃത. ഹേ മാനത, അത് വരുന്നവർക്ക് എല്ലാവർക്കും മാനത്തെ കൊടുക്കുന്നവനെ, ഒപ്പം തന്നെ അഭിമാനമുള്ളവനെ, രാജൻ, ന്യാസം അങ്ങയെ ഏൽപ്പിക്കുന്ന എൻ്റെ കയ്യിലെ 2 ആട്ടുംകുട്ടികൾ അത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. അതൊരു കാര്യം ചെയ്യുക, ഇവരെ രണ്ടിനെയും അങ്ങ് വേണ്ട രീതിയിൽ സംരക്ഷിക്കണം എൻ്റെ കൂടെ തന്നെ. പിന്നെയോ ഞാൻ അങ്ങയുടെ കൂടെ ഞാൻ രമിക്കുന്നുണ്ട്. പിന്നെയോ പരമയോഗ്യനാരോ അവൻ സ്ത്രീണാം വര സ്മൃത, ഏറ്റവും യോഗ്യന്മാരായിട്ട് ആൾക്കാർക്ക് സ്ത്രീകളെ വരിക്കുന്നുള്ളത് തീർച്ചയാണല്ലോ എന്ന് പറയുകയാണ്. ഘൃതം മേ വീരഭക്ഷ്യം സ്യാൽ നേക്ഷേത്വാന്യത്ര മൈതുനാൽ വിവാസസം തത്തധേതി പ്രൈവേദേ മഹാമനാ. എന്താ 2 നിർദ്ദേശങ്ങളുണ്ടെന്ന് പറഞ്ഞ് 2-3 നിയമങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം പറഞ്ഞു എൻ്റെ ഈ ആട്ടുംകുട്ടികളെ സംരക്ഷിക്കണം. പിന്നെയോ ഘൃതം മേ വീരഭക്ഷ്യം, ഞാൻ എപ്പോഴും നെയ്യ് മാത്രമേ ഞാൻ ഭക്ഷിക്കും, വേറൊന്നും ഭക്ഷിക്കില്ല പറയുകയാണ്. പിന്നെയോ അങ്ങയെ മൈഥുനാൽ അന്യത്ര, സംഭോഗ സമയത്തല്ലാണ്ട് ഒരിക്കലും അങ്ങയെ വസ്ത്രരഹിതനായിട്ട് നഗ്നനായിട്ട് ഞാൻ ഒരിക്കലും കാണാൻ പാടില്ല. പിന്നെയോ അത് കേട്ടപ്പോൾ മഹാമനാ അതെല്ലാം മഹാമനസ്കരായിട്ടുള്ള അദ്ദേഹം അതെല്ലാം അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ സമ്മതിച്ചു. അഹോ രൂപമഹോ ഭാവോ നരലോക വിമോഹനം കോന സേവേതമനുജോ ദേവീം ത്വാം സ്വയമാകരാം. എന്താ അദ്ദേഹത്തിൻ്റെ മനോഭാവം? ഇത്ര മനോഹരമായിട്ടുള്ള രൂപം, ഇത്ര മനോഹരമായിട്ടുള്ള ഭാവം, അതുമാതിരി നരലോക വിമോഹനം, മനുഷ്യരെ എല്ലാവരെയും മയക്കാൻ പര്യാപ്തമായിട്ടുള്ള രൂപം ഇതും കണ്ടുകൊണ്ട് ആർക്കും അതാണ്. അതും എങ്ങനെയാണ്? അത്ഭുതമായിട്ടുള്ള രൂപം, സ്വയം എവിടെയെങ്കിലും തന്നെ വിളിച്ചു പറ്റിയെന്നല്ല, തന്നെ സ്വീകരിക്കാൻ വേണ്ടി തൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ദേവീം ത്വാം ഭവതിയെ ആയതൊരു മനുഷ്യനാണ് എന്നാ സേവിക്കാതിരിക്കുക എന്നാ അദ്ദേഹം ചോദിച്ചത്. തയാസ പുരുഷശ്രേഷ്ഠോ രമയന്ത്യായതാർഹത രേമേസുരവിഹാരേഷു കാമം ചൈത്രരഥാദിഷു. പുരുഷശ്രേഷ്ഠ അങ്ങനെ എന്തിനു പറയണു? പുരുഷന്മാരെ ശ്രേഷ്ഠനായിട്ടുള്ള അദ്ദേഹം പുരൂരവസ് വേണ്ട വിധം രമയന്ത്യ യഥാർഹത രമയ വേണ്ട വിധം രമിപ്പിക്കുന്നവളായ തയാ ഉർവശിയോടുകൂടി ചൈത്രരഥാദിഷു ചൈത്രരഥം മുതലായിട്ടുള്ള സുരവികാരിഷു ദേവന്മാരുടെ ഉദ്യാനങ്ങളിൽ കാമം ഇഷ്ടം പോലെ അങ്ങനെ വിഹരിച്ചു കഴിഞ്ഞു. രമമാണസ്തയാ ദിവ്യ പദ്മകിഞ്ചൽ ഗന്ധയാ തന്മുഖാമോദമുഷിതോ മുമുദേഹർഗണൻ ബഹുൻ. അവളുടെ കൂടെ അങ്ങനെ അവളുടെ താമരമല്ലി പോലെ സുഗന്ധമുള്ള അവളുടെ മുഖത്തിൻ്റെ വാസനയിൽ അങ്ങനെ കീഴ്പ്പെട്ടവനായിട്ട് ദേവിയോട് കൂടിയിട്ട് അനവധി രാപ്പകലുകൾ കഴിഞ്ഞത് അദ്ദേഹം അറിഞ്ഞില്ല. സന്തോഷത്തിൽ അങ്ങനെ ഒരു നിമിഷം പോലെ കഴിച്ചു കൂട്ടി. അപശ്യൻ ഉർവശീം ഇന്ദ്രോ ഗന്ധർവൻ സമചോദയൽ ഉർവശീരഹിതം മഹ്യം ആസ്ഥാനം നാദിശോഭതേ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ അവിടെ ഇരിക്കപ്പുറത്തില്ല. ഈ ഉർവശിയെ കാണാഞ്ഞിട്ട് ഉർവശിയെ കാണുന്നില്ല. അവിടെ സ്വർഗ്ഗലോകത്തല്ല മനുഷ്യരാണല്ലോ. അതാണ് ഉർവശീം അപശ്യൻ ഇന്ദ്ര. ഉർവശിയെ കാണാണ്ട ഇന്ദ്രൻ ഉർവശീരഹിതം മഹ്യമാസ്ഥാൻ. ഉർവശി ഇല്ലാണ്ട് എൻ്റെ ഈ സഭാമന്ദിരം വേണ്ടത്ര ശോഭിക്കുന്നില്ല. എന്നാ അതിശോഭതേ എന്ന് ചിന്തിച്ച് ഗന്ധർവന്മാരെ വിളിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരാൻ സമചോദയൽ നിയോഗിച്ചു. തേ ഉപേത്യ മഹാരാത്രേ
ആ ഗന്ധർവന് രണ്ട് തേച്ച തൗ എന്നാണ് നല്ല രണ്ട് ഗന്ധർവന്മാരെ രണ്ട് എന്ന് പറഞ്ഞില്ല. തൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഗന്ധർവന്മാരെന്നാവും. ഇവിടെ തേന്ന് വെച്ചാൽ ഗന്ധർവന്മാരെന്ന്. ഇവിടെ ഇദ്ദേഹം തേനാണ് എഴുതിയിരുന്നത്. തൗ എന്ന് വെച്ചാൽ രണ്ടും ആവാം. താന്നല്ല, തേച്ച എന്താ തേന്നാണ്. താ ഊന്ന് അപ്പുറത്ത് വരുകൊണ്ടാണ് താന്ന് എഴുതിയത്. തേ ഉപേത്യന്നാണ്. തേ ഉപേത്യ മഹാരാത്രേ തമസി പ്രത്യുപസ്ഥിരേ ഉർവശ്യ ഉരണൗ ജഹ്രു ന്യസ്തൗ രാജനിയായയാ. തമസി ഉപസ്ഥിതി, അങ്ങനെ രാത്രി ആയിരിക്കണ സമയത്ത്, അർദ്ധരാത്രി സമയത്ത് തേ ആ ഗന്ധർവന്മാർ വന്നിട്ട് ജായയാ ഉർവശ്യ രാജനി ന്യസ്തൗ ഉരണൗ ജഹ്രു. അവരെന്താ ചെയ്തത്? അർദ്ധരാത്രി വന്നിട്ട് ഈ രാജാവിൻ്റെ അടുത്ത് രക്ഷിക്കാൻ ഏൽപ്പിച്ചുള്ള രണ്ട് ആട്ടിൻകുട്ടികളുണ്ടല്ലോ, ആ ആട്ടിൻകുട്ടികളെ അവർ അപഹരിച്ചു കൊണ്ടുപോയി. നിശമ്യ അക്രന്തിതം ദേവി പുത്രയോർനീയമാനയോ അതാസ്മ്യഹം കുനാഥേന നപുംസാ വീരമാനിന വിശ്രംബൽ അഹം നഷ്ട ഹൃതാവത്യാച ദസ്യുഭി യേദേ നിഹിത സന്ദ്രസ്തോ യഥാ നാരീ ദിവാപുമൻ. എന്താണ്? ദേവി നീയമാനയോ പുത്രയോ ആക്രന്തിതം നിശമ്യ. ഈ ആട്ടുകുട്ടികളെ കൊണ്ടുപോകണ ശബ്ദം കേട്ട ആകുട്ടികൾ വേവേന കരയാൻ തുടങ്ങിയില്ല. കരയണ ശബ്ദം കേട്ടിട്ട് ദേവി ഉർവശി ദേവി വളരെയധികം വിഷമിച്ചുകൊണ്ട് വീരമാനിന നവും സാ കുനാഥേന അഹം ഹതാ അസ്മി. എന്നാൽ പെട്ടെന്ന് ഉർവശി സ്ത്രീകളങ്ങനല്ലേ എപ്പോഴാണ് പെട്ടെന്ന് എന്തിനാ വെള്ളം കൂട്ടാൻ ചെയ്യില്ല ഈ ആട്ടുകുട്ടികളെ ഈ രാജാവിനെ വേണ്ടാത്ത രീതിയിൽ പറഞ്ഞുകൊണ്ട് എന്താണ് പറഞ്ഞത്? വീരനെന്ന് അഭിമാനിക്കുന്നവൻ എന്നാലോ ശരിക്കും ആണും പെണ്ണും കെട്ടവനായിട്ടുള്ള ഈ പൊണ്ണനായിട്ടുള്ള ഈ കുനാഥേന എന്ന് പറഞ്ഞ ഈ നാഥനാൽ ഞാൻ ദാ നശിച്ചവളായി എന്ന് ഇയൽ വിശ്രം യാതൊരാളിലുള്ള വിശ്വാസത്താൽ അഹം ഞാൻ ദാ നഷ്ടപ്പെട്ടവളായി. എന്ത്? ദസ്യുവി കള്ളന്മാരാൽ എൻ്റെ മോഷ്ടിക്കപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങളോടും കൂടി ഇവനായി ആളായി തീർന്നു എന്നൊക്കെ പറഞ്ഞ് വളരെയധികം കണ്ട് ഉറക്കം കണ്ട് കരയാൻ തുടങ്ങി. എന്താണ്? ഹൃതാപത്യാജ് ദസ്യുവി ഹൃതാപത്യാജ്, അങ്ങനെ കള്ളന്മാരാൽ എൻ്റെ കുട്ടികൾ അപഹരിച്ചവളായിട്ടും കൂടിയിട്ട് യാതൊരാള് ഇതൊന്നും അറിയാണ്ട് രാത്രി ഒരു സ്ത്രീയെ പോലെ സന്ത്രസ്ത ഭീരുവായിട്ട് ഇതാ കിടക്കണ കണ്ടില്ലേ? ശേതേ ദിവാ പൂമാൻ. പകല് വലിയ രാജാവായിട്ട് പുരുഷനായിട്ട് കഴിയും, രാത്രി പേടിച്ചിട്ടാണ് അദ്ദേഹം പുറത്തൊന്നും ഇറക്കാണ്ട് എൻ്റെ കുട്ടികളെ കൊണ്ടുപോയത് അറിഞ്ഞില്ല അത് ഇത് എന്നും പറഞ്ഞ് വല്ലാണ്ട് ഭത്സിച്ചുള്ള രീതിയിൽ അങ്ങോട്ട് കരഞ്ഞുകൊണ്ട് ബഹളം കൂട്ടി ഉർവശി. ഇതി വാക്സായകൈർവിദ്ധ പ്രതോത്രൈരിവ കുഞ്ചര നിശി നിസ്ത്രിംശമാദായ വിവസ്ത്രോഭ്യദ്രവൽ രുഷാ. ആലോചിച്ചൊക്കെ ഉറങ്ങിക്കിടക്കുന്ന പെട്ടെന്നുള്ള ഈ ഇതിൽ ഏതാണ്? വാക്സായകൈർ, ഇങ്ങനെയുള്ള കൂർത്ത പ്രതോത്രൈ, നല്ല കൂർത്ത കുന്തങ്ങളാൽ വിദ്ധ കുഞ്ചര ഇവ. ആനയെ ഇങ്ങനെ തോട്ടി കൊണ്ട് മൂർച്ചയുള്ള തോട്ടി കുന്തങ്ങളെ കൊണ്ട് കുത്തുക എത്ര ഉണ്ടാവുക അതുമാതിരിയായിരുന്നു ഇവളുടെ ഈ ദേവ്യാ വാക്സായി. ദേവിയുടെ ഈ വാക്സാരങ്ങൾ കേട്ടങ്ങോട്ട് മുറിയപ്പെട്ടുള്ള അദ്ദേഹം വേദനിച്ചുള്ള അദ്ദേഹം നിശി പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്നാണ് എഴുന്നേറ്റിട്ട് നിസ്ത്രിംശം കയ്യിലുള്ള വാളങ്ങോട്ട് തിരഞ്ഞെടുത്തിട്ട് രുഷ വസ്ത്രമൊന്നും എടുത്തേക്കാണ്ട് കിടക്കുകയായിരുന്നു രാത്രി. അതൊന്നും ധരിക്കാതെ അഭ്യദ്രവൽ അക്രമികളുടെ നേർക്ക് ഓടി അങ്ങോട്ട് ചെന്നു. തേ വിസൃജ്യോരണൗ തത്ര വ്യദ്യോദന്തസ്മ വിദ്യുത ആദായമേഷാവായ അന്തം നഗ്നമൈക്ഷത സാപതിം. ഇങ്ങനെ രാജാവ് വാളും കൊണ്ട് പിന്നാലെ പോയപ്പോൾ ഉരണവും തത്ര വിസൃജ്യ, ആട്ടുംകുട്ടികളെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് തേ വിദ്യുത വ്യദ്യോദന്തസ്മ, അവർ പെട്ടെന്ന് മിന്നൽ പിണരുകളായിട്ടാണ് മാറി ഈ ഗന്ധർവന്മാരെന്നിട്ടോ ശോഭിക്കുകയുണ്ടായി എന്ന് പറയുകയാണ്. മേഷൗ, അതായ രാജാവ് ഈ ആടുകളെയും എടുത്തുകൊണ്ട് ആയാന്തം മടങ്ങി വരുന്ന സമയത്ത് പതിം സാ നഗ്നം ഐക്ഷത, നഗ്നായിട്ട് കാണാൻ പാടില്ല, ഇരുട്ടത്തെ അല്ലാണ്ട് കാണരുതെന്നാണ് പറഞ്ഞത്. ഇപ്പം എന്താണ് ആ ഗന്ധർവന്മാർ കാട്ടിക്കൊടുത്തുള്ള വെളിച്ചത്തിൽ രാജാവിന് നഗ്നായിട്ട് അവൾ കാണും ചെയ്തു എന്നിട്ടോ. അയാൾ രണ്ട് വരികളൊക്കെ തെറ്റിച്ചില്ലേ? കുട്ടികളെ നോക്കാൻ, ആട്ടുകുട്ടികളെ നോക്കാൻ പറ്റിയില്ല, കട്ടുകൊണ്ട് പോയി തിരിച്ചു പിടിച്ചുകൊണ്ടിട്ട് വന്നു. വിവസ്തനായിട്ട് കാണും ചെയ്തു. അയലോഭിശയനേ ജായാം അവശ്യൻ വിമനായിവ തച്ചിത്തോ വിഹ്വലശോചൻ ബഭ്രാമോന്മത്തവൻ മഹിം. എന്ത് ചെയ്തു? പെട്ടെന്ന് ദേവി അവിടുന്ന് അങ്ങോട്ട് മറഞ്ഞു. ശയനേ ജായാം അവശ്യൻ, തൻ്റെ കിടക്കയിൽ തൻ്റെ ഭാര്യയെ കാണാതെ വിമനായ മനസ്സ് നൊന്തവനെ പോലെയായ അയലനോ അയളാവി തച്ചിത്ത, അവളിൽ ഭ്രമിച്ച ചിത്തത്തോടു കൂടിയിട്ട്
പരവശതയോട് കൂടിയിട്ട് ശോചൻ ദുഃഖിച്ചുകൊണ്ട് ഉന്മത്തവൾ ഭ്രാന്തനെന്നോണം മഹിം പ്രഭ്രാമ നാടാകെ അങ്ങനെ ഒരു ഉന്മത്തിനെ പോലെ ചുറ്റി നടന്നു ഈ ഉർവശി അന്വേഷിച്ചുകൊണ്ട്. സതാം വിദ്യ കുരുക്ഷേത്രേ സരസ്വത്യാം ച തൽ സഖി പഞ്ചപ്രഹൃഷ്ടവദന പ്രാഹ സൂക്തം പുരൂരവാ. കുരുക്ഷേത്രേ സരസ്വത്യാം, ഇങ്ങനെ കുരുക്ഷേത്രത്തില് സരസ്വതീ നദീ തീരത്ത് പ്രഹൃഷ്ടവദന സന്തോഷത്തോടുകൂടി മുഖഭാവമുള്ളതായിട്ടുള്ള തൽ സഖി അവളുടെ തോഴിമാര് 5 പേരെയും അവളെയും അങ്ങനെ അന്വേഷിച്ച് ചെന്ന സമയത്ത് ആ സരസ്വതീ നദീ തീരത്ത് അവളെയും അവളുടെ 5 തോഴിമാരെയും വീക്ഷ്യ കണ്ടെത്തിയിട്ട് പുരൂരവ ആ പുരൂരവസ് വേഗം ഓടി അവളുടെ അടുത്ത് ചെന്നിട്ട് സൂക്തം പ്രാഹ ഇങ്ങനെ ശോഭനമായിട്ടുള്ള വാക്ക് പറഞ്ഞു. അഹോ ജായേ തിഷ്ടതിഷ്ട ഘോരേന ത്യക്തുമർഹസി മാം ത്വം അദ്യാപ്യനിർവർത്തിയ വജാംസി കൃണഭാവഹൈ. അഹോ ജായേ, എനിക്ക് പ്രിയപ്പെട്ട പത്നിയായവളെ, ഘോരെ നല്ല ഘോര സ്വഭാവമുള്ള ആളാണ് നീ, എന്നെ ഇങ്ങനെ വിട്ടുപോയില്ലേ? തിഷ്ടത കുറച്ചു നേരം നിൽക്കൂ. ഇപ്പോഴും കൂടി ത്വം അനിവർത്തി നീ പിന്മാറിയിട്ട് മാം ത്യക്തു എന്നെ ത്യജിപ്പാൻ അർഹിക്കുന്നില്ല. വചാംസി എൻ്റെ വാക്കുകളൊന്ന് ഉച്ചാരണം ചെയ്തുകൊണ്ടിരിക്കാൻ നോക്കൂ, ഞാൻ പറഞ്ഞത് കേട്ടുകൊണ്ടിരിക്കൂ എന്ന് പറയുകയാണ്. എന്തെങ്കിലും എന്നോട് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ പിന്നാലെ പോവാണ്. സുദേഹോയം പദത്യത്ര ദേവി ദൂരം ഹൃദസ്ത്വയാ കാദന്ത്യേന മൃഗാഗൃധ്ര ത്വൽപ്രസാദസ്യ നാസ്പദം. ഹേ ദേവി, ത്വയാ ദൂരം ഹൃദ അയം സുദേഹ, ഭവതിയുടെ കാരണമായിട്ട് അനവധി ദൂരത്തേക്ക് വലിച്ചെടുക്കപ്പെട്ട എൻ്റെ ഈ നല്ല ശരീരം ഇവിടെ ഇവിടെ പതിക്കും വേണം, അവിടെ വീഴും ചിലപ്പോൾ ഭവതി എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ. തൽ പ്രസാദസ്യ, ഭവതിയുടെ പ്രസാദത്തിന് ആസ്പദമാകാത്ത ആസ്പദം ഏതം ഈ ശരീരത്തിനെ മൃഗാ ഗൃധ്ര കാദന്തി, ചെന്നായ്ക്കളോ കഴുകന്മാരോ ആര് വേണിച്ചാൽ തിന്നുകൊള്ളട്ടെ, ഭവതി പോയിച്ച് എനിക്ക് ആരുമില്ല, എനിക്ക് ഈ ശരീരം തന്നെ വേണ്ട, അതുകൊണ്ട് എന്നെ കൈവടിയരുത് എന്നൊക്കെയുള്ള രീതിയിലാണ് പറയണത്. ഉർവശിവാച മാമൃഹ പുരുഷോസിത്വം മാസ്മത്വാഗ് ഉർവൃഗായിമേ ക്വാപി സഖ്യം ന വൈ സ്ത്രീണം വൃഗാണം ഹൃദയം യഥാ. ഉർവശി അദ്ദേഹത്തിനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ത്വം പുരുഷ, അങ്ങൊരു പുരുഷനല്ലേ, ഇങ്ങനെ പരിഭ്രമിച്ചിട്ട് പിന്നാലെ വരേണ്ട ആവശ്യമുണ്ടോ? മൃത, മരിക്കാനൊന്നും പോണ്ട. ഇമേ വൃഗ, ഈ ചെന്നായ്ക്കൾ ത്വാ അങ്ങയെ മാസ്മ അദ്യു ബട്ട് തിന്നാനെന്ത് പോണില്ല. ക്വാവി ഒരിടത്തും ആരിലും സ്ത്രീണാം സഖ്യം നവൈ, സ്ത്രീകൾക്ക് അങ്ങനെ സൗഹൃദം ഉണ്ടാകില്ല. മൃഗാണാം ഹൃദയം, കാരണം സ്ത്രീകളിലെയും ചെന്നായ്ക്കളുടെയും മനസ്ഥിതി ഒരേ മാതിരിയാണ്. അതാണ് മൃഗാണാം ഹൃദയം യഥാ സ്ത്രീണാം ച തഥ, സ്ത്രീകളുടെയും ഹൃദയം അതുമാതിരിയാണ്. അവർക്ക് ഒരു പ്രത്യേക ഒരു സ്നേഹം ഒരാളോടും ഇല്ല. സ്ത്രീയോ ഹ്യകരുണാക്രൂര ദുർമർഷാ പ്രിയ സാഹസ ഗണന്ത്യൽപാർത്ഥേവി വിശ്രബ്ധം പതിം പ്രാതരമപ്യുതാ. സ്ത്രീകൾ സാമാന്യേന ഈ കരുണ ദയാഹീനരാണ്, ക്രൂര ദുഷ്ടകളാണ്, ദുർമഷ അകാരണമായിട്ട് കോപിക്കുന്നവരാണ്, പ്രിയസാഹസ സ്വന്തം കാര്യത്തിന് കടുങ്കൈ കാട്ടുന്നവരാണ്, ചെറിയൊരു നിസ്സാര കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് പോലും വിശ്രബ്ദം തന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവൻ, അത് ഭർത്താവായിക്കോട്ടെ സഹോദരനായിക്കോട്ടെ ആരായാലും അവരെ നിഗ്രഹിക്കാനും കൂടി മടിക്കാത്തവളാണ് സ്ത്രീ എന്ന് ഉർവശി പറയുകയാണ് രാജാവിനോട്. വിധായ അളീക വിശ്രംഭം അജ്ഞേഷു ത്യക്ത സൗഹൃദ നവം നവം അഭിപ്സന്ധ്യ സ്വൈരവൃത്തയാ. ഉർവശി പറയാണ്, അജ്ഞേഷു അളീക വിശ്രംഭം, അജ്ഞന്മാരിൽ കാപട്യം കൊണ്ട് വിശ്വാസമുണ്ടെന്ന് വിധായ തോന്നിപ്പിച്ചിട്ട് ഈ സ്ത്രീകളുടെ സ്വഭാവം പറയുകയാണ്. ത്യക്ത സൗഹൃദ, തഞ്ചം നോക്കി സൗഹാർദ്ദം ഉപേക്ഷിച്ചിട്ട് നവം പുതിയ ആൾക്കാരെ അഭിപ്സന്ധ്യ ഇച്ഛിക്കുന്നവരും സ്വൈരവൃത്തെ വെറും തോന്നിയ പോലെ നടക്കുന്നവരും പുംശ്ചല്യാച്ച പുരുഷന്മാരെ മാറി മാറി സ്വീകരിക്കുന്നവരുമാണ് ഈ സ്ത്രീകളെ. നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണ്. ഏതായാലും സംവത്സരാം ദേഹി ഭവാൻ ഏകരത്രം മഹേശ്വര വത്സ്യത്യപത്യാനി ചതേ ഭവിഷ്യന്ത്യപരാണി ഭോ
ഓ ഈശ്വര, അല്ലയോ മഹാത്മാവേ, ഭവാൻ ഓരോ സംവത്സരത്തിൻ്റെയും ഒടുവിൽ ഒരു രാത്രി വീതം മയാ വത്സസി, എന്നോട് കൂടെ താമസിച്ചുകൊള്ളും. തേ അവരാണി അങ്ങക്ക് വേറെയും അപത്യാനി ഭവിഷ്യന്തിജ, അങ്ങക്ക് വേറെയും പുത്രന്മാരുണ്ടായി തീരും ചെയ്യുന്നു പറയുകയാണ്. ഇവിടെ ഈ ഉർവശിയുടെ വാക്കുകൾ ഭഗവാൻ മോഹിനി രൂപത്തിലെ ആസുരന്മാരോട് പറഞ്ഞതൊക്കെ അല്ലേ? എന്താണ് സാലാവൃകാണാം സ്ത്രീണാം ച എന്നൊക്കെ അഷ്ടമസ്കന്ധത്തിലെ 9ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ മോഹിനി വാക്യം ഇവിടെ രണ്ടും ഒരേമാതിരി തന്നെ ഉണ്ട്. ഇങ്ങനെ ഈ ഉർവശി ഈ സമയത്ത് ഗർഭിണിയും കൂടിയായിരുന്നു, അതാണ് പറഞ്ഞത്. അപ്പം അന്തർവത്നീം ഉപാലക്ഷ്യ ദേവീം സപ്രയൗപുരം പുനസ്തത്ര ഗതോബ്ദാന്തേ ഉർവശീം വീരമാതരം ഉപലഭ്യമുദായുക്ത സമുവാസ തയാനിശം അഥൈനമുർവശീ പ്രാഹ കൃപണം വിരഹാതുരം. അദ്ദേഹം പുരൂരവസ് ദേവീം അന്തർവത്നീം ഉപാലക്ഷ്യ പുരം പ്രയൗ, ദേവി ഗർഭിണിയാണെന്നും കൂടി മനസ്സിലാക്കിയിട്ട് മനസ്സോടെ തൻ്റെ രാജധാനിയിലേക്ക് മടങ്ങി. വർഷാന്തെ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ ചെന്നിട്ട് ഉർവശിയെ ഒരു വീരസന്താനത്തിൻ്റെ അമ്മയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവളോടുകൂടി മോദത്തോടെ ഒരു രാത്രി അങ്ങനെ കഴിച്ചു. എന്നിട്ടോ അതിൽ പിന്നെ വിരഹത്തോടുകൂടി കൃപണം ദയാലുഹനുമായിട്ടുള്ള അദ്ദേഹത്തിനോട് ഉർവശി വീണ്ടും പറഞ്ഞു. 1 കൊല്ലം കഴിഞ്ഞ് ചെന്ന സമയത്ത് ആ പുത്രനെയും കൊടുത്തു. വീണ്ടും അവളോട് രാത്രി കഴിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീടും പോകാൻ സമയത്ത് അദ്ദേഹം വളരെ വിഷമിരിക്കുന്ന സമയത്ത് ഉർവശി പറഞ്ഞു പുരൂരവസിനോട്, ഗന്ധർവാനുപധാവേമാം തുഭ്യം ദാസ്യന്തി മാം ഇതി തസ്യ സംസ്തുവതസ്തുഷ്ട അഗ്നിസ്ഥാലിം നൃപ ഉർവശിം മന്യമാനസ്തം സോബുദ്ധ്യതചരൻ വനേ. ഈ കഥയുടെ ഉർവശി പുരൂരവസിൻ്റെ ഈ വിരഹവും ഇതിൻ്റെ ഈ കഥയുടെ പുരൂരവസിൻ്റെ വിഷമവും ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഏകാദശത്തിൽ 26ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഉദ്ധവനോട് പറയുന്ന അയിളഗീതം. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഇതിൻ്റെ അതിനുശേഷം പുരൂരവസിനുണ്ടാകുന്ന മാനസിക വികാരങ്ങളാണ് പറയുന്നത്. ഇമാൻ ഗന്ധർവാൻ ഉപധാവ, അങ്ങൊരു കാര്യം ചെയ്യൂ. ഇപ്പൊ ഉർവശി ഇതിനോട് പറയുകയാണ്, ഈ ഗന്ധർവന്മാരെ പ്രീതിപ്പെടുത്തുന്നാൽ തേ മാം തുഭ്യം ദാസ്യന്തി, അവർ അങ്ങനെയാണ് സന്തോഷിപ്പിച്ചു വെച്ചാൽ അവര് എന്നെ അങ്ങേക്ക് തരും. ഈ രാജൻ സംസ്തുവത തസ്യ, അദ്ദേഹത്തോടെ സന്തുഷ്ടമുള്ള ഗന്ധർവന്മാരെ എന്ത് ചെയ്തു? അങ്ങനെ ഗന്ധർവന്മാരെ സ്തുതിച്ചപ്പോൾ എന്ത് ചെയ്തു? ഗന്ധർവന്മാരെ ഇദ്ദേഹത്തിന് അഗ്നിസ്ഥാലീം ദതു, അഗ്നിയെ ആദാനം ചെയ്യാനുള്ള പാത്രത്തെ നൽകി. അദ്ദേഹം വനേചരൻ, കാട്ടിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അബുദ്ധ്യത, അവളല്ലെന്ന് മനസ്സിലാക്കി. ഈ കയ്യിൽ കൊടുത്ത് ഉർവശിയാണെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. കുറച്ച് ചെയ്യുന്നപ്പോൾ അവിടെ കാട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് അത് ഉർവശി എന്നല്ല അഗ്നിസ്ഥാലിയാണെന്ന് മനസ്സിലാക്കിയത്. എന്നിട്ടോ സ്ഥാലിന്യസ്യ വനേകത്വ ഗൃഹാനാധ്യായതോ നിശി ത്രേതായം സംപ്രവൃത്തായം മനസ്സി ത്രയ്യവർത്തത. സ്ഥലിം വനേന്യസ, അപാക എന്ത് ചെയ്തു? ഈ അഗ്നിസ്ഥാലിയെ കാട്ടിലങ്ങോട്ട് വേടി ചെയ്തു. ഉർവശി എന്നല്ല എന്ന് പറഞ്ഞിരുന്നിട്ടോ ഗൃഹാൻ ഗത്വ, കാട്ടിലൊക്കെ തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോരും ചെയ്തു. നിശിതാം ത്രേതായ, അങ്ങനെ വീണ്ടും രാത്രി കാലത്ത് അവളെപ്പറ്റി അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ത്രേതായാം അനവധി കാലം അങ്ങനെ വളരെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ത്രേതായുഗം ആരംഭിച്ച സമയത്ത് ത്രയീ ആവർത്തത, 3 വേദങ്ങളും പ്രകാശിച്ചു. ഇത് ഈ ഉർവശി പുരൂരവസിൻ്റെ കഥ വേദത്തിലുള്ളതാണ്. എങ്ങനെയാണ് കൃതയുഗത്തിൽ ഉണ്ടായിരുന്ന വേദങ്ങളും ഇതൊക്കെ എങ്ങനെയാണ് ത്രേതായുഗത്തിൽ ജനങ്ങൾക്ക് വന്നതും യജ്ഞം എന്നുള്ള രീതിയിൽ അതെങ്ങനെയാണ് തുടങ്ങാൻ ആരംഭിച്ചതെന്നൊക്കെ ഋഗ്വേദത്തിൽ വിസ്തരിച്ച് അതിൻ്റെ ഒരു സിംബോളിക്കായിട്ടുള്ള വിവരണമാണ് ഈ ഉർവശിയും പുരൂരവസുമായിട്ടുള്ള വേദത്തിൽ പറഞ്ഞുള്ള കഥയാണത്. അതാണ് ആ സ്ഥാലി അതാണ് അഗ്നിസ്ഥാലിയാണ്. പിന്നീട് അരണിയായി വരുന്നതും അരണി കടഞ്ഞിട്ട് അഗ്നി ഉണ്ടാവുന്നതും അഗ്നി കൊണ്ട് രചിക്കണതും എന്നൊക്കെ. ഇവിടെ ഇദ്ദേഹം പുരൂരവസി യജിക്കുക, ഉർവശി ആഗ്രഹത്തിന് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പിന്നീട് യജ്ഞം എന്നുള്ളത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്തിട്ട് ഈ ഭഗവാനെ ഭജിക്കാനുള്ള രീതിയിലായി തീർന്നു എന്നൊക്കെ അങ്ങനെ വിസ്തരിച്ച് പറയും. സ്ഥാലീസ്ഥാനം ഗതോ അശ്വത്ഥം ശമീഗർഭം വിലക്ഷ്യസ തേന ദ്വേ അരണീകൃത്വാ
വശീലോകഗമ്യയാ. ഇങ്ങനെ ഈ ത്രേതായുഗം തുടങ്ങിയ കാലത്ത് എന്ത് ചെയ്തു? താൻ ആ അഗ്നിസ്ഥാലി കാട്ടിൽ ഉപേക്ഷിച്ചു പോയാലോ എന്ന് തോന്നിയിട്ട് അദ്ദേഹം തിരിച്ചു ചെന്നു. അവിടെ ചെന്നപ്പോഴോ സ്ഥാലീസ്ഥാനം അഗ്നിസ്ഥാലി നിക്ഷേപിച്ച സ്ഥലത്തേക്ക് അവിടെ പോയപ്പോൾ എന്ത് കണ്ടു? അവിടെ ശമീഗർഭം വന്നിച്ചതിലെ പൊത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ഒരു അരയാൽ വൃക്ഷത്തെ കണ്ടിട്ട് എന്ത് ചെയ്തു? നോക്കിയിട്ട് തേന ആ അരയാൽ വൃക്ഷം കൊണ്ട് അരണി 2 അരണിക്കോലുകൾ ഉണ്ടാക്കി കേട്ടോ. അത് ഉർവശീലോകത്തെ പ്രാപിക്കാനുള്ള അഭിലാഷത്തോടു കൂടിയിട്ട് ഈ അരണി അങ്ങോട്ട് കടഞ്ഞു എന്ന് പറയാണ്. ഉർവശീം മന്ത്രതോധ്യായൻ അധരാരണി മുത്തരം ആത്മാനുഭവയോർമധ്യേ യത്തൽ പ്രജനനം പ്രഭു. എങ്ങനെയാണ് കടന സമയത്ത് അധരാരണിയും അടിയിലെ അരണിയെ ഉർവശിയായിട്ട് സങ്കല്പിച്ചു. ഉത്തരാമരണി മുകളിലുള്ള അരണിയെ താൻ തന്നെയാണ് സങ്കല്പിച്ചുകൊണ്ടാണ് കേട്ടോ. രണ്ടിൻ്റെയും മധ്യത്തിൽ ഏതോ അതിനെ സന്താനം എന്നും മന്ത്രം കൊണ്ട് അങ്ങനെ ധ്യാനിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രഭു അധ്യായിട്ടുള്ള അദ്ദേഹം ഈ മമന്ത ഈ കടഞ്ഞത് എന്ന് പറയുകയാണ്. തസ്യ നിർബന്ധനാൽ ജാതോ ജാതവേദാ വിഭാവസു ത്രയ്യാസ വിദ്യയാ രാജ്ഞ പുത്രത്വേ കൽപ്പിതസ്ത്രിവിൽ. തസ്യ നിർബന്ധനാൽ ഈ പുരൂരവസ് ഇങ്ങനെ അരണി കടഞ്ഞതിൻ്റെ ഫലമായിട്ട് ജാതവേദസ് എന്ന് പേരുള്ള വിഭാവസു അഗ്നി ജാത ആവിർഭവിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ രാജ്ഞാപുത്രത്വേ രാജാവിനാൽ പുത്രനായി കൽപ്പിക്കപ്പെട്ട ഈ അഗ്നി എന്ത് ചെയ്തു? 3 വേദങ്ങളാകുന്ന വിദ്യയാൽ ത്രിവൃത് 3 അംഗങ്ങളായിട്ട് അങ്ങോട്ട് പിരിഞ്ഞു എന്ന് പറയുകയാണ്. അതൊക്കെ ഒരു സിംബോളിക്കായിട്ട് പറയുകയാണ്. വേദമന്ത്രങ്ങൾ പ്രഭാവം കൊണ്ട് അതാണ് 3 ഭാവങ്ങൾ. എന്താണ്? ആഹവനീയം, ഗാർഹപത്യം, ദക്ഷിണാഗ്നി, ഇങ്ങനെ 3 ശ്രൗതാഗ്നികളായിട്ട് മാറി എന്ന് പറയുകയാണ് ഇതേ അഗ്നി തന്നെ. അപ്പോൾ അഗ്നി പുരൂരവസ്ഥൻ്റെ പുത്രൻ്റെ ഭാവത്തിലാണ് മന്ത്രങ്ങളെ കൊണ്ട് ആദ്യം അരണി കടഞ്ഞുണ്ടായതാണ്. അതാണ് ജാതം വേദോ യസ്മാൽ സ. അതാണ് ജാതവേദം എന്നറിയാൻ കാരണം. പിന്നെ വേദത്തിൽ ധനെന്നും സർവ്വവിധ ഭോഗ്യവസ്തുക്കളെന്നും അർത്ഥം ഉണ്ടെന്ന് അർത്ഥം. ഇവയ്ക്കെല്ലാം ആധാരമായതുകൊണ്ടാണ് അഗ്നിക്ക് ജാതവേദസ് എന്നുള്ള പേര് വരാൻ കാരണം. തേനായജത യജ്ഞേശം ഭഗവന്തമധോക്ഷജം ഉർവശീലോകമന്വിച്ചൻ സർവദേവമയം ഹരിം. ഇങ്ങനെ വീണ്ടും കടഞ്ഞുകൊണ്ട് യജ്ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി അദ്ദേഹം. എന്തിന്? ഈ അഗ്നി കൊണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം? ഉർവശീലോകമന്വിച്ചൻ, ഉർവശിയുടെ ലോകത്തെ പ്രാപിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി എന്ത് ചെയ്തു? ഈ അഗ്നിയാൽ യജ്ഞേശം യജ്ഞങ്ങൾക്ക് ഈശനും അധോക്ഷജം ഇന്ദ്രിയ ഗോചരനും ഇന്ദ്രിയങ്ങൾക്ക് അഗോചരനുമായിട്ടുള്ള സർവദേവമയം എല്ലാ ദേവന്മാരുടെയും ആകത്തുകയായിട്ടുള്ളവനായിട്ടുള്ള ഭഗവന്തം അതായത് സട്ട ശ്രീഹരിയെ യജിച്ചു. ഏകയേവ പുരാവേദ പ്രണവ സർവവാങ്മയ ദേവോ നാരായണോ നാന്യ ഏകോഗ്നിർവർണ്ണ ഏവച പുരൂരവസ ഏവാസി ത്രയീ ത്രേതാമുഖേ നൃപ അഗ്നിനാ പ്രജയാ രാജ ലോകം ഗാന്ധർവീവൻ. ഈ പരീക്ഷത്തെ സർവവാങ്മയ എല്ലാ ശബ്ദങ്ങളുടെയും സമുച്ചയമായിട്ടുള്ള പ്രണവം ഏകേവ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേദ. അതുമാതിരി ദേവ നാരായണ ഭഗവാനും അങ്ങനെയാണ്. ഭഗവാൻ മാത്രം ശ്രീനാരായണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അന്യം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അഗ്നിയും വർണ്ണ ച ഏകേവ വർണ്ണവും ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അഗ്നിയും ഒന്ന് മാത്രമേ. എപ്പോൾ? ത്രേതായുഗത്തിൽ ഇങ്ങനെയാണ് എന്ന് പറയുക ഉണ്ടായിരുന്നത്. അതായത് പ്രണവം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ഭഗവാൻ നാരായണൻ മാത്രമായിരുന്നു, അഗ്നിയും ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ ത്രയീ എങ്ങനെയാണ്? പുരൂരവസിൻ്റെ ആരംഭം തൊട്ടാണ് ഈ ത്രേതായുഗം ആരംഭിച്ചത്. കൃതയുഗത്തിലായിരുന്നു അങ്ങനെ. ത്രേതായുഗത്തിൻ്റെ ആരംഭത്തിൽ ത്രയീ 3 വേദങ്ങളും ഈ പുരൂരവസിൽ നിന്നാണ് ഉണ്ടായത്. പ്രജയാ അഗ്നി അങ്ങനെ പുരൂരവസിൻ്റെ പ്രജാരൂപത്തിലുണ്ടായിട്ടുള്ള അഗ്നിയാൽ രാജാവ് ഗാന്ധർവം ലോകം എയ്യുവാൻ. ഇങ്ങനെ എന്താണ് അദ്ദേഹത്തിന് ഉദ്ദേശം ഉണ്ടായിരുന്നത്? ജയിച്ചു ഭഗവാനെ. ആഗ്രഹം എന്തായിരുന്നു? ഉർവശീലോകം. അതിങ്ങനെ യജ്ഞം ജയിച്ചിട്ട് അദ്ദേഹം ഗന്ധർവലോകം പ്രാപിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. അതായത് കൃതയുഗത്തിൽ എങ്ങനെയായിരുന്നു?
തനി സാത്വികമായിട്ടുള്ള ജ്ഞാനയജ്ഞം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ത്രേതായുഗം വരുമ്പോഴാണ് ഇങ്ങനെ ഈ ത്രേതാഗ്നികളിൽ ചെയ്യേണ്ടവയും രജോഗുണ പ്രധാനമായിട്ടുള്ള കർമ്മയജ്ഞങ്ങൾ രൂപം കൊണ്ടതാണെന്നാണ് പറയണത്. അത് നവയോഗി സംവാദത്തിൽ ഏകാദശത്തിൽ എന്ത് പറയുന്നുണ്ട് ഇങ്ങനെ, അതായത് ത്രേതായുഗത്തിലാണ് ഈ രക്തവർണ്ണമായി തീരും. അവിടെയാണ് ഈ 3 തരത്തിലുള്ള കർമ്മയജ്ഞങ്ങളിൽ ഈ വേദങ്ങൾ വരുന്നതും ആ കർമ്മയജ്ഞങ്ങൾ ഉണ്ടാവണമെന്നൊക്കെ അപ്പോഴാണെന്നൊക്കെ നവയോഗി സംവാദത്തിൽ പറയുന്നുണ്ട്. അതായത് കർമ്മകാണ്ഡത്തിൻ്റെ ആവിർഭാവം പുരൂരവസ്ഥൻ്റെ കാലം മുതൽക്കാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായം നവമസ്കന്ധേ ഐളോപാഖ്യാനേ ചതുർദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.